Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റ് ആണ്, പ്രോബ്ലം പേപ്പർ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഒരുപാട് കുട്ടികൾക്ക് സപ്ലി ലഭിക്കുന്ന രണ്ട് സബ്ജക്ട്സ് ആണ്. നമ്പർ 1 QT, നമ്പർ 2 കോസ്റ്റ് അക്കൗണ്ടിങ്. രണ്ടിനും നിങ്ങൾ കൂടുതൽ സമയമെടുത്ത് പഠിക്കണം. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. ഏതൊക്കെയാണ് എസ്സേ ടോപ്പിക്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് കുറച്ച് സമയം കൊണ്ട് പഠിച്ച് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോകേണ്ട മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടോട്ടൽ സെഷൻ എന്ന് പറയുന്നത് 9 സെഷൻ കൊണ്ട് നമ്മൾ മൊത്തം എടുത്ത് അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന കുട്ടിക്കാണെങ്കിലും നമ്മുടെ ക്ലാസ്സസിലൂടെ ക്വിക്കായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു പേപ്പറാണെന്ന്. ആസ് യൂഷ്വൽ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സബ്ജക്റ്റിനെ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ പഠിക്കാൻ നിങ്ങൾക്ക് ബെറ്റർ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഞാനിവിടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽ സിലബസിന് വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രം. ബട്ട് പഠിക്കാൻ പ്രോബ്ലംസ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്ക് തന്നെയാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള ബേസിക് തിയറി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യം കാണാം. അതിനുശേഷം നമുക്ക് മെറ്റീരിയൽ കാണാം, പിന്നെ ലേബർ മറ്റൊരു ടോപ്പിക്ക് സെക്കൻഡ് മൊഡ്യൂളിലോട്ട് പോകുമ്പോൾ. ദെൻ മെറ്റീരിയൽ, ലേബർ, അതിൽ നിന്നൊക്കെ നമുക്ക് 2 മാർക്ക് 5 മാർക്ക് ചോദ്യങ്ങളാണ് കൂടുതൽ വരിക. ഒരു ഒറ്റ എസ്സേ, ആദ്യത്തെ 2 മൊഡ്യൂളും കൂടിയിട്ട് ഒറ്റ എസ്സേ ആണ് സാധാരണ വരാറ്. അത് മിക്കതൊരു തിയറി ചോദ്യമായിട്ടാണ് വരിക. അതിനുശേഷമാണ് നമുക്ക് പിന്നെ മെയിൻ ടോപ്പിക്സിലോട്ട് കിടക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഷുവറായിട്ട് എസ്സേ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന 2 ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്പർ 1 കോൺട്രാക്ട് കോസ്റ്റിങ്ങും നമ്പർ 2 പ്രോസസ് കോസ്റ്റിങ്ങും ആണ്. ചിലപ്പോൾ 2ൽ നിന്നും ഓരോ പ്രോബ്ലംസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് തിയറിയും മറ്റൊരു ടോപ്പിക്കിൽ നിന്ന് പ്രോബ്ലം, അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ 4 എസ്സേ വരുന്നതിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന 2 എസ്സേ ടോപ്പിക് എന്ന് പറയുന്നത് കോൺട്രാക്റ്റും അതുപോലെ തന്നെ പ്രോസസ്സും ആണ്. പിന്നെ ഒരു തിയറി എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ 2 മൊഡ്യൂളിലെ ഏതെങ്കിലും ഒരു തിയറി വരാറുണ്ട്. ഓക്കെ, ദെൻ പിന്നെ അഡീഷണൽ ആയിട്ടൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു തിയറി എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് മാറി മാറി വരുന്നതാണ്. അത് നമുക്ക് ഇന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ലേ. ഇപ്പോൾ ഒരു പ്രാവശ്യം ബഡ്ജറ്റ് വന്നിട്ടുണ്ട്, ക്യാഷ് ബഡ്ജറ്റ്, അത് നമുക്ക് പറയാൻ സാധിക്കരുത്. എന്തായാലും ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്സ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ദെൻ ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ 2 മാർക്സ് ആൻഡ് 5 മാർക്സ് ആണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് 2 മൊഡ്യൂളാണ്. ബിക്കോസ് ബേസിക്സ് ആണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൊഡ്യൂൾ നമ്പർ 1ഉം മൊഡ്യൂൾ നമ്പർ 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ, ലേബർ, ആ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ. മൊഡ്യൂൾ നമ്പർ 1 ആണെങ്കിൽ പക്ക ബേസ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. സോ ഇതിൽ ആദ്യം വരുന്നത് ഞാൻ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ എന്തായാലും പ്രതീക്ഷിക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, റിപ്പീറ്റ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ചോദ്യമാണ്. കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ആണ് ചോദിക്കുക. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. നമുക്കൊരു 2 മാർക്കോ 5 മാർക്കോ ആയിട്ട് വേണമെങ്കിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. റിപ്പീറ്റ് അല്ല, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ
പിന്നെ 5 മാർക്കിനുള്ള പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊക്കെ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിൽ പോവുകയാണെങ്കിൽ വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. എന്താണ് ടേബിളൊക്കെ വരച്ചിട്ട്. അപ്പോൾ എക്സാമിന് ടേബിൾ വരച്ച് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയലിൽ പ്രസൻറ്റേഷൻ വളരെ പൂറാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു ചോദ്യം. 5 മാർക്കിൻ്റെ കമ്പൽസറി ആയിട്ട് പഠിക്കണം കേട്ടോ, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. നമുക്ക് SAക്ക് ഞാൻ പറഞ്ഞില്ലേ 10 മാർക്കിൻ്റെ SC ആയിട്ട് വരാറുള്ള ചോദ്യം അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ആണ്. അതിലോട്ട് പോണേക്കാൾ മുമ്പ് 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെയാണ് കോസ്റ്റ് യൂണിറ്റ്. 2 മാർക്കിൻ്റെ വരുന്നതാണ്, നിർബന്ധമായും പഠിക്കണം. കോസ്റ്റ് സെൻറ്റർ 2 മാർക്സ് ക്വസ്റ്റ്യൻ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് സെൻറ്ററും നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ടോപ്പിക്ക് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ വരുന്നതാണ്. അതിലിപ്പോൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള 1-2 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിറക്റ്റ് കോസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ വാരിയബിൾ കോസ്റ്റ് എന്താണ്, ഫിക്സഡ് കോസ്റ്റ് എന്താണ്, ഇങ്ങനെ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സെമി വാരിയബിൾ കോസ്റ്റ് എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. 2 മാർക്കിൻ്റെ നമുക്ക് 15 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഈ ഒരു ചോദ്യമാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് SAക്ക് കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ലാസ്റ്റ് 3 വർഷത്തെ നോക്കുമ്പോൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഇതിലുള്ള പല കാര്യങ്ങളാണ് നമുക്കിനി വരും ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ള. ഇതിൽ പറഞ്ഞിട്ടുള്ള പല ടോപ്പിക്കുകളും 2 മാർക്കിന് തന്നെ സെപ്പറേറ്റ് വരും. ഇപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്താണ് 2 മാർക്സിന് സെപ്പറേറ്റ് വരും. ഇതൊരു ചാപ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു. കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, സ്പെല്ലിങ് തെറ്റാണ് ഇതിൽ, ബാച്ച് കോസ്റ്റിംഗ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് തിയറിയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്സ്, അതുപോലെ തന്നെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയണു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിലാണ് ഇതിൻ്റെ നല്ല പ്രസൻറ്റേഷൻ ഉള്ളത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു തിയറി ചോദ്യമുണ്ട്. ബട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഒരു ബുക്കിലില്ല. പിന്നെ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്. കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ സാധാരണ ഇപ്പോൾ വരുന്നില്ല. നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ആദ്യം വരാറുള്ളതാണ്, ഇപ്പോൾ വരുന്നില്ല. ബട്ട് നമ്മൾ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന കോസ്റ്റ് ഷീറ്റാണ്. കാരണം കോസ്റ്റ് ഷീറ്റ് പഠിച്ചാലേ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഷീറ്റ് പഠിക്കണം. ബട്ട് ചില സമയത്ത് മാത്രം 5 മാർക്കിൻ്റെ വരാൻ സാധ്യതയുള്ളതാണ്. ഇനി ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു തിയറി ചോദ്യം ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, ആ ഒരു സിസ്റ്റം കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യം. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി ടെക്സ്റ്റ് ബുക്കിലാണ് വരുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ദി ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം. എന്താണ് ഫാക്ടേഴ്സ് ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ് ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ installation of cost accounting system. അപ്പോൾ അത് ഇതിലില്ല. അങ്ങനത്തെ ഒരു ചോദ്യം SAക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ? എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? നമ്പർ 1 കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടൻസി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും നമ്മൾ ഡിഫറൻസ്, മറ്റൊരു ക്വസ്റ്റ്യൻ. കോസ്റ്റ് യൂണിറ്റ് എന്താണ്, കോസ്റ്റ് സെന്റർ എന്താണ്, മറ്റൊരു ക്വസ്റ്റ്യൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലാസിഫിക്കേഷനിൽ ഡിറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, അങ്ങനെയുള്ള പല ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ SAക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെത്തേഡ്സ്, ടെക്നിക്സ് നിർബന്ധമായും പഠിക്കണം. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു തിയറി ചോദ്യം. ഇത്ര ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇതൊക്കെ എക്സാമിന് വരുന്നതാണ് കേട്ടോ.
2 മാർക്കിൻ്റെ ഒരു 2 ചോദ്യം, 5 മാർക്കിൻ്റെ ഒരു ചോദ്യം, ഒരു എസ്സേ, ചിലപ്പോൾ തിയറിയും വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 19 മുതൽ 20 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ, പ്യുവർ തിയറി ചാപ്റ്റർ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാസ്സാകാനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ആദ്യത്തെ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന 2 മാർക്സ് ആൻഡ് 5 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ്. എസ്സേ ചില സമയത്ത് ഒരെണ്ണം ഇടാറുണ്ട്, തിയറി ആയിട്ടുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ മെറ്റീരിയലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഇപ്പോൾ മെറ്റീരിയൽ എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് നോക്കാം. ദെൻ അതിനുശേഷം നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് 5 മാർക്സിൻ്റെ ചോദ്യത്തിൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇൻസ്പെക്ഷൻ എന്താന്നിട്ട് 2 മാർക്കിൻ്റെലേക്ക് നോക്കിയോട്ടോ. ഇൻസ്പെക്ഷൻ മെയിനായിട്ട് വരുന്നത് നമുക്കറിയാം, പ്രോബ്ലം എന്ന് പറയുന്നത് EOQൻ്റെ പ്രോബ്ലം, റീഓർഡർ ലെവല്, ഡിഫറെൻറ്റ് ലെവൽസ്, അതുപോലെ തന്നെ ഫിഫോ, ലിഫോ, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇതൊക്കെയാണ് പ്രോബ്ലം ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക് വരുന്നത്. ആദ്യം എന്താണ്, ലെവൽസ് ആണ്. ലെവൽസ്, ഇതിൻ്റെ പ്രോബ്ലവും പഠിക്കണം, ഇതിൻ്റെ തിയറിയും പഠിക്കണം. പ്രോബ്ലം 5 മാർക്കിൻ്റെ വരും, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ തിയറി. ഇപ്പം മിനിമം ലെവൽ എന്താണ്, റീഓർഡർ ലെവൽ എന്താണ്, EOQ എന്താണ്, ദെൻ EOQൻ്റെ പ്രോബ്ലം സെപ്പറേറ്റ്. അപ്പം അങ്ങനെ ലെവൽസും അതുപോലെ തന്നെ EOQയും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലവും തിയറിക്കും കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതാണ് പ്രോബ്ലം, അതൊക്കെ ഞാൻ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്കിൽ നോക്കുക. EOQ തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിക്കുക. ദെൻ EOQൻ്റെ പ്രോബ്ലമാണ്, EOQൻ്റെ തിയറി നോക്കാം കേട്ടോ. നെക്സ്റ്റ് അതാണ് വരുന്നത് മിനിമം ലെവൽ. കണ്ടോ, ഇതൊക്കെ പ്രോബ്ലം. സേഫ്റ്റി ലെവൽ എന്താണ്, ഡേഞ്ചർ ലെവൽ എന്താണ്, 2 മാർക്കിന് ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഡേഞ്ചർ ലെവൽ. ഓക്കെ, തിയറിക്ക് വന്നിട്ടുണ്ട്. ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഇതൊക്കെ പ്രോബ്ലത്തിൽ നോക്കേണ്ട ഏരിയ ആണ് കേട്ടോ. ഇനി അതിനുശേഷം പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്താണ്, 2 മാർക്സിൻ്റെലേക്ക് നോക്കാം കേട്ടോ. 2 മാർക്കിൻ്റെലേക്ക് നോക്കാം. റിപ്പീറ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, എന്നാലും നോക്കാം 2 മാർക്സിൻ്റെ. ഇനി 2 മാർക്സിൻ്റെ ABC അനാലിസിസ് നിർബന്ധമായും പഠിക്കണം. 2 മാർക്കിനിൽ വന്നിട്ടുള്ളതാണ് ABC അനാലിസിസ്, 2 മാർക്സ് ചോദ്യം. ദെൻ അതിന് ശേഷമാണ് നമ്മുടെ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. അതിൽ 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യം വരും. ഫിഫോയോ, ലിഫോയോ, സിമ്പിൾ ആവറേജോ, വെയ്റ്റഡ് ആവറേജോ. ഇപ്പോൾ ലാസ്റ്റ് 1-2 വർഷങ്ങളായിട്ട് കൂടുതൽ കണ്ടുവരുന്നത് ഫിഫോ അല്ലെങ്കിൽ ലിഫോ ആണ്. പിന്നെ ഇത് 2 മാർക്കിൻ്റെ തിരിക്കും ചോദിക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരിക്കും വരാം, ഫിഫോ അല്ലെങ്കിൽ ലിഫോ. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കേട്ടോ 5 മാർക്സിൻ്റെ. പിന്നെ സിമ്പിൾ ആവറേജ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ്, 4 ഏതെങ്കിലും ഒരെണ്ണവും വരാം. ഏതായിരിക്കും വരാമെന്ന് പറയാൻ പറ്റില്ല, മാറി മാറി വരുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് 2 പ്രാവശ്യം ഈ ലിഫോയും ഫിഫോയും വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലേബർ ആണ്. ലേബറിൽ നിന്ന് നമുക്ക് തിയറി എസ്സേ ഇപ്പോൾ ഇടുന്നുണ്ട്. ലാസ്റ്റ് ഒരു പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പിന്നെ 2 മാർക്കിൻ്റെ തിയറിയും 5 മാർക്കിൻ്റെ പ്രോബ്ലം. കമ്പൽസറി എസ്സേ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, മാറ്റി 4 എസ്സേ ചോദ്യത്തിൽ 3 എണ്ണം കമ്പൽസറി ഞാൻ ടോപ്പിക്ക് പറഞ്ഞു, ഒരെണ്ണം മാറ്റി പിടിക്കുമ്പോൾ വരുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ലേബർ, ഇതിൽ നമുക്ക് 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളിൽ ആദ്യത്തെയാണ് ഇത്. ടൈം കീപ്പിംഗ് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട് 2022. എന്താണ് ടൈം കീപ്പിംഗ്, അതുപോലെ തന്നെ ടൈം ബുക്കിംഗ്, ഈ 2 എണ്ണത്തിനും മെത്തേഡ്സ് എഴുതാൻ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് നമുക്ക് എസ്സേക്ക് 10 മാർക്കിൻ്റെ ചോദിച്ചത്. സാധാരണ ഇങ്ങനത്തെ ഒരു ചോദ്യം വരാറില്ല, ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ടൈം കീപ്പിംഗ്, എന്താണ് ടൈം ബുക്കിംഗ്. 2 മാർക്കിൻ്റെലേക്ക് എന്തായാലും പഠിച്ചു വയ്ക്കുക. എസ്സേക്ക് വീണ്ടും ചോദിക്കുക എന്നുള്ളത് അറിയില്ല. അതിൻ്റെ മെത്തേഡ്സ് ഞാൻ പറഞ്ഞു, ഒരൊറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സാധാരണ ചോദിക്കാത്ത, റിപ്പീറ്റ് അല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു, ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ കണ്ടോ, ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും എന്താണെന്നും അതിൻ്റെ മെത്തേഡ്സ് 2 മാർക്കിൻ്റെലേക്ക് എന്തായാലും നോക്കാം. അത്രയ്ക്കാണ്. ഇനി നെക്സ്റ്റ് 2 മാർക്സിൻ്റെ മറ്റൊരു ചോദ്യം, ഐഡിൽ ടൈം എന്താണ്, നിർബന്ധമായും പഠിക്കണം. നോർമൽ ഐഡിൽ ടൈം, അബ്നോർമൽ ഐഡിൽ ടൈം. ഐഡിൽ ടൈം നോക്കണം, അതുപോലെ തന്നെ ഓവർ ടൈം ഉണ്ട്, അത് നോക്കണം. ഇതൊക്കെ 2 മാർക്സിൻ്റെ ചോദ്യമാണ്. ഓവർ ടൈം, ഐഡിൽ ടൈം റിപ്പീറ്റ് ആണ് കേട്ടോ, നിർബന്ധമായും പഠിക്കുക. ഓവർ ടൈം നോക്കാം. ഇനി നമുക്ക് 5 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ പല മെത്തേഡ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് 5 മാർക്കിൻ്റെ നമുക്ക്
എക്സ്പെക്ട് ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പോൾ ടൈം വേജ് സിസ്റ്റം ഒക്കെ 2 മാർക്സിൻ്റെ തിയറി ചോദിക്കും. ഈ ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ ബോണസ് പ്ലാനുകളിൽ ഉള്ള ഏതെങ്കിലും ഒരു മെത്തേഡ്, അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം, ഇതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം 5 മാർക്സിൻ്റെ എന്തെങ്കിലും വരും. അതിൽ സ്ട്രെയിറ്റ് പീസ് റേറ്റോ ഡിഫറൻഷ്യൽ പീസ് റേറ്റോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ അതായിരിക്കും വരാം. ഞാൻ കൂടുതലതാണ് കണ്ടിട്ടുള്ളത്. ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് പീസ് റേറ്റ് അല്ലെങ്കിൽ ടൈലറിൻ്റെ ആണ് പിന്നെ വന്നിട്ടില്ല കേട്ടോ 5 മാർക്കിൻ്റെ പ്രോബ്ലം. ഓക്കെ, ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. പിന്നെ ബോണസ് പ്ലാനുകളിൽ ഹാൽസെ റോവൻ കൂടുതൽ അതിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഇങ്ങനെ ഈ 3-4 എണ്ണത്തിൽ ഏതെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് പീസ് റേറ്റ് ടൈലർ, അല്ലെങ്കിൽ ബോണസ് പ്ലാനുകളിൽ ആദ്യത്തെ 2 പേരുടെ ബോണസ് പ്ലാൻ ഹാൽസെ റോവൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിൽ വരും. റോവൻ, ഹാൽസെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ലേബറിൻ്റെയിൽ പറയാനുള്ള കാര്യം. ലേബറിൻ്റെയിൽ ഇതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലേബറിലെ 2 മാർക്സിൻ്റെ തിയറിയിൽ ഞാൻ പറഞ്ഞു പ്രോബ്ലം 5 മാർക്കിൻ്റെ ഒരെണ്ണം വരുന്നുള്ളത്. ദെൻ ഇതിൽ നിന്നൊരു ഒറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി വന്നിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം. പിന്നെ വന്നിട്ടില്ല ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും എന്താണെന്നും അതിൻ്റെ മെത്തേഡ്സും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചോദ്യം. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ഓവർ ഹെഡ്സ്. നമ്മൾക്ക് ഉള്ളതിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഏരിയ ആണ് ഓവർ ഹെഡ്സ്. സോ ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ നിന്നാണ് എസ്സേ ഇട്ട്, ഓവർ ഹെഡ്സിൽ നിന്ന്. കുറച്ച് ഡിഫിക്കൽട്ടാണ് കുട്ടികൾക്ക്. അപ്പോൾ ഓവർ ഹെഡ്സിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എസ്സേയിൽ വന്നു. പിന്നെ 2 മാർക്കിൻ്റെ തിയറി വരാറുണ്ട്. അപ്പോൾ ഓവർ ഹെഡ്സ് എന്താണ്, അതിൽ പലതരത്തിലുള്ള ഓവർ ഹെഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ഇതൊക്കെ എന്താണ്, പ്രൈമറി ഓവർ ഹെഡ് അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിൻ്റെ തിയറി നോക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരു പ്രോബ്ലം വന്നു എസ്സേക്ക്. അപ്പോൾ ഇത് കുറച്ചൊരു കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആവാറുണ്ട്. ബട്ട് അങ്ങനെ ഡിഫിക്കൽട്ട് ഒന്നുമല്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അത് ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലമാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നേ. ഓക്കെ, ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ്, പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. അതിലേറ്റവും എന്താണ്, ഡിറക്റ്റ് ഉണ്ട്, സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, റെസിപ്രോക്കൽ ഉണ്ട്, സൈമുൾട്ടേനിയസ് ഉണ്ട്. 3-4 അതിൽ റെസിപ്രോക്കലിൽ ഉണ്ട്, അതിൽ സൈമുൾട്ടേനിയസ് റിപ്പീറ്റഡ് അങ്ങനെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എസ്സേ വന്ന് ഇതിൽ നിന്നാണ്. കുട്ടികൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഏരിയ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓവർ ഹെഡ് എന്താണ് തിയറി, അതിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, തിയറിക്ക് നോക്കാം. പിന്നെ ഇതിൽ നിന്നുള്ള പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും ചോദിക്കുമെന്നുള്ള അറിയില്ല. ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഇത് വരച്ച് നമ്മൾ ചെയ്യണം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രോബ്ലമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് കേട്ടോ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വളരെ ഈസിയാണ്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. സോ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ, ഓവർ ഹെഡ്. അപ്പോൾ നിങ്ങൾ ടൈമിൻ്റെ ബേസിൽ നോക്കുക. ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം തന്നെ എടുത്ത് നോക്കരുത്, വെറുത്തു പോവും. ഓക്കെ, ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നോക്കിയതിന് ശേഷം മാത്രം ഇതിലോട്ട് വരാം. ഇനി നെക്സ്റ്റ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്, അതിനുശേഷം മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. 5 മാർക്കിൻ്റെ വരുന്നൊരു ഏരിയ ആണ് മെഷീൻ അവർ റേറ്റിൻ്റെ പ്രോബ്ലം. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഒരൊറ്റ പേപ്പറിൽ 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട് മെഷീൻ അവർ റേറ്റിൻ്റെ പ്രോബ്ലം കേട്ടോ. 5 മാർക്കിൻ്റെ അതും ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ആണ്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ ഓവർ ഹെഡ് പല കുട്ടികൾക്കും ഒരു സുഖമില്ല എന്ന് പറയുന്ന ഒരു ഏരിയ. പക്ഷെ ഞാൻ പറയണ ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. മെഷീൻ അവർ റേറ്റിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം 5 മാർക്സിൻ്റെ വരും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഓവർ ഹെഡ്. മൂവിങ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ 2 എസ്സേ, 2 മാർക്സ്, 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മൊഡ്യൂളാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കോൺട്രാക്റ്റും പ്രോസസ്സും ആണ്. ഓക്കെ, ആദ്യം യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് ഷീറ്റ് ആണ്. യൂണിറ്റ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഷീറ്റിൽ നിന്ന് ഇപ്പോൾ പ്രോബ്ലം വരുന്നില്ല, ബട്ട് നിങ്ങൾ എന്തായാലും പഠിക്കണം. കോസ്റ്റ് ഷീറ്റ് പഠിച്ചാലേ നമുക്ക് കൺസെപ്റ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടോ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് ഒരു 3-4 വർഷമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് വരാറില്ല. ബട്ട് കോസ്റ്റ് ഷീറ്റ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. കാരണം നമുക്ക് മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോമാറ്റ് പഠിച്ചാൽ, അല്ലേ? പിന്നെ ഈ പറയുന്ന കോസ്റ്റ് ഷീറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ജോബ് കോസ്റ്റിംഗ് ഉണ്ട്. അതിലുള്ള പ്രോബ്ലം ചില സമയത്ത് 5 മാർക്കിൻ്റെ വരാറുണ്ട്. ഈ പറയുന്ന യൂണിറ്റ് കോസ്റ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പഠിച്ചാൽ അതും എളുപ്പമാണ് കേട്ടോ.
അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഏരിയ. ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് 2 മാർക്കിൻ്റെ തിയറി വരാറുണ്ട്. പിന്നെ ഈ കോസ്റ്റ് ഷീറ്റിൻ്റെ അതേ ഫോമാറ്റ് ജസ്റ്റ് എന്താണ് ജോബ് നമ്പർ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ പറയുന്ന ജോബ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിലെ പ്രോബ്ലം. അതല്ലാണ്ട് ഇതിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇതിലിപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കുക, അത്ര തന്നെയുള്ളൂ. പ്രോബ്ലം ഉള്ളത് നേരത്തെ പറഞ്ഞ കോസ്റ്റ് ഷീറ്റിൻ്റെ അതേ ഫോമാറ്റിലുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ്. തിയറിയും പഠിക്കണം, പ്രോബ്ലവും പഠിക്കണം കേട്ടോ. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്, പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം കോൺട്രാക്ട് അക്കൗണ്ട്, സ്പെഷ്യൽ ടേംസ് ഇൻ കോൺട്രാക്ട് അക്കൗണ്ട്. ഈ ടേംസിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് വരും. നമ്പർ 1 വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ്, നമ്പർ 2 വർക്ക് സർട്ടിഫൈഡ് എന്താണ്, ഇതിൻ്റെയൊക്കെ തിയറി നോക്കണം. വർക്ക് അൺസർട്ടിഫൈഡ് എന്താണ്, 2 മാർക്സിൻ്റെ തിയറി. റീടെൻഷൻ മണി നിർബന്ധമായും പഠിക്കണം, 2 മാർക്സിൽ ഏതെങ്കിലും ഒരെണ്ണം വരും. സബ് കോൺട്രാക്ട് എന്താണ് നോക്കണം, ഇതൊക്കെ 2 മാർക്കിൻ്റെ തിയറികളാണ്. ദ മോസ്റ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ എസ്കലേഷൻ ക്ലോസ്, 2 മാർക്സ് തിയറി. ദെൻ പിന്നെ പ്രോബ്ലത്തിലോട്ടാണ് കിടക്കേണ്ടത്, കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു തിയറി ചോദ്യമാണ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്. അതിൻ്റെ ഗൈഡ് ലൈൻസ്, പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. നമ്പർ 1 വെൻ ദി വർക്ക് ഹാസ് നോട്ട് റീസണബിളി അഡ്വാൻസ്ഡ് 1/4 ലെസ് ദാൻ, പിന്നെ 1/4 1/2 ഇടയിലാണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ നെക്സ്റ്റ് അപ് ടു 90, ഹാഫിനും 90ക്കും വരുമ്പോൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ ലാസ്റ്റ് നിയറസ്റ്റ് കംപ്ലീഷൻ ആകുമ്പോൾ ഇത് തിയറി ആയിട്ട് ലാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിൻ്റെ. ഈ തിയറി പഠിച്ചാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ടേംസിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന്, ഈ ഒരു ചോദ്യം 5 മാർക്കിൻ്റെ തിയറി. പിന്നെ പ്രോബ്ലം, ഈ കാര്യങ്ങൾ പഠിച്ച് പ്രോബ്ലം കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല, കാരണം ഇത് കമ്പൽസറി ആയിട്ടാണ് പെടുന്നത്. ഓക്കെ, പക്ഷേ അഗെയിൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു ഏരിയ ആണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞു കോൺട്രാക്ട് പ്രോസസ്സ് മാറിയാണ്. ചില സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് പ്രോബ്ലം, ഒരെണ്ണത്തിൽ നിന്ന് തിയറി. പ്രോസസ് കോസ്റ്റിംഗ് എന്താണ്, നിർബന്ധമായും പഠിക്കണം, 2 മാർക്കിൻ്റെ തിയറി. ദെൻ അതിനുശേഷം ഇതിൻ്റെ പ്രോബ്ലം ആണ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ബേസിക് തിയറി നോക്കുക, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊസീജിയേഴ്സ് ഇനി പ്രോബ്ലം ആണ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതും, പിന്നെ അതിൻ്റെ അബ്നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം. ഇതാണ് SCക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോപ്പിക് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ ചിലപ്പോൾ മാത്രമേ വരാറുള്ളൂ. പിന്നെ നോർമൽ ലോസ് എന്താണ്, അബ്നോർമൽ ലോസ് എന്താണ്, അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ഗെയിൻ എന്താണെന്നൊക്കെ 2 മാർക്കിൻ്റെ തിയറിക്കും ചോദിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു SC ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്താ പറയുക ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിട്ടില്ല. കൂടുതൽ ആദ്യത്തെ ഏരിയ തന്നെയാണ് വരാറ്. അതും നിങ്ങളുടെ ടൈം ബേസിൽ നോക്കുക, കാരണം രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിൻ്റെ തിയറിക്ക് നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ, അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. സോ ഞാൻ പറഞ്ഞു മൊഡ്യൂൾ നമ്പർ ഈ ഒരു ടോപ്പിക്കാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളത്. അതുപോലെ തന്നെ ഒരുപാടുണ്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ്റെ അതാണ് നെക്സ്റ്റ് വരുന്നത്. ഇതിലും നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാനുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ്റെ പ്രോബ്ലം ഇതായിരിക്കും വരാം, കുട്ടികൾ ചോദിക്കണം. അതാണ് കൂടുതൽ കണ്ടിട്ടില്ല. ഇത് വരുമെന്നുള്ളത് നമുക്ക് 100% ഉറപ്പില്ല. ഇതൊന്നും നോക്കി വയ്ക്കുക, എന്തെങ്കിലും ഇതിലത്തെ പ്രോബ്ലം ഒരെണ്ണം മാറി വരുന്നതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ പ്രോസസ് കോസ്റ്റിംഗ് ഏരിയ. ഇനി അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് ബ്ലോക്കാണ്. ഇതിൽ നിന്ന് അങ്ങനെ റിപ്പീറ്റായിട്ട് എന്താണ് കമ്പൽസറി ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് സർവീസ് കോസ്റ്റിംഗ് 5 മാർക്ക് ഒരെണ്ണം പ്രോബ്ലം, 2 മാർക്കിൻ്റെ തിയറി. എന്താണ് സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്? സർവീസ് കോസ്റ്റിംഗ് നോക്കുക. അതിൽ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു പ്രോബ്ലം 5 മാർക്കിൻ്റെ വരാറുണ്ട്. വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി എത്ര, ഈ ഒരു ടൈപ്പ് ചോദ്യം പാസഞ്ചർ കിലോമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 5 മാർക്സിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. നിർബന്ധമായും പഠിക്കണം പാസഞ്ചർ കിലോമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റിൻ്റെ അങ്ങനെ കാണാറില്ല. പാസഞ്ചർ കിലോമീറ്റർ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് വരാം. കൂടുതൽ പാസഞ്ചർ കിലോമീറ്ററിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ കണ്ടുവന്നുള്ളത്. ഓക്കെ,
കൂടുതൽ പാസഞ്ചർ കിലോമീറ്ററിൻ്റെ പ്രോബ്ലംസ് ആണ് കണ്ടുവന്നിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റും നോക്കാം. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ നമ്പർ 4. അപ്പോൾ അതിൽ കോൺട്രാക്ട് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും നല്ല രീതിയിൽ പഠിക്കുക. ഈ സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിൽ നിന്ന് 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലവും പ്രതീക്ഷിക്കാം. ഇനി മൊഡ്യൂൾ നമ്പർ 5 കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്. ഇതിൽ നിന്ന് അധികം ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വരാറില്ല. ദെൻ ഒറ്റ പ്രാവശ്യം ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഒരു പ്രോബ്ലം വരാറുണ്ട്. പിന്നെ ഇതിൽ നിന്ന് വരാറ് 2 മാർക്കിൻ്റെ തിയറിയാണ്. ബഡ്ജറ്റ് എന്താണ്, ബഡ്ജറ്ററി കൺട്രോൾ എന്താണ്, പിന്നെ വാരിയൻസിൽ ഇപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ വാരിയൻസ് എന്താണ്, അങ്ങനെ ഏതെങ്കിലും ഒരു തിയറി. അതല്ലാണ്ട് ഒന്നും വരാറില്ല. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, തിയറി മാത്രമാണ് ഇതിൽ നിന്ന് വരാറ്. കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് അതിൽ ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം, 2 മാർക്കിൻ്റെ ചോദ്യം. ബഡ്ജറ്റിങ്, ബഡ്ജറ്ററി കൺട്രോൾ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ തിയറിക്ക് നോക്കാം. ദെൻ ടൈമിൻ്റെ ബേസിൽ വേണമെങ്കിൽ ഈ പറയുന്ന ക്യാഷ് ബഡ്ജറ്റ് നോക്കാം. ശരിക്കും പറഞ്ഞാൽ പഴയ 2018 അഡ്മിഷനിലൊക്കെ SAക്ക് എപ്പോഴും വരുന്നത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റോ ക്യാഷ് ബഡ്ജറ്റോ ഒക്കെയാണ്. ബട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറില്ല. ബട്ട് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ക്യാഷ് ബഡ്ജറ്റ് SAക്ക് കിട്ടും അവർ. വീണ്ടും ഇടുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. അതല്ലാണ്ട് ഇതിൽ നിന്ന് വരാറില്ല. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് പിന്നെ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്താണ്, 2 മാർക്കിൻ്റെ തിയറിക്ക് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അതല്ലാണ്ട് കണ്ടോ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്താണ്, 2 മാർക്സിൻ്റെ തിയറി. ബഡ്ജറ്റ് എന്താണ്, ബഡ്ജറ്റിംഗ് എന്താണ്, ബഡ്ജറ്ററി കൺട്രോൾ, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് 2 മാർക്കിൻ്റെ തിയറി. ആക്ടിവിറ്റി നോക്കാം. ഇതൊന്നും അങ്ങനെ വരുന്നില്ലേ, വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ലാസ്റ്റ് ടൈമിൻ്റെ ബേസിൽ മാത്രം നോക്കിയാൽ മതി. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 തിയറികൾ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. അതൊന്നും വരലില്ല, വീണ്ടും പറയണു. അതിൽ ഈ വാരിയൻസ് എന്താണെന്ന് നോക്കാം. പിന്നെ ഈ സ്റ്റാൻഡേർഡിൽ വേണമെങ്കിൽ നോക്കാം. ബേസിക് സ്റ്റാൻഡേർഡ് എന്താണ്, കറണ്ട് സ്റ്റാൻഡേർഡ്, ഐഡിയൽ സ്റ്റാൻഡേർഡ്, ഇങ്ങനെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കാം. ഈ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്താണ് വാരിയൻസ്. ഈ വാരിയൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ചില സമയത്ത് വരാറുണ്ട് 2 മാർക്കിൻ്റെ. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്താണ് തിയറി, പ്രോബ്ലം വരാറില്ല. ഓക്കെ, പ്രൈസ് അത്ര തന്നെയുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ സമയം വെറുതെ നേരം കളയരുത്. അതിലുള്ള ഏതെങ്കിലും തിയറി, ഞാൻ ഈ പറഞ്ഞ തിയറി കാര്യങ്ങൾ നോക്കി വയ്ക്കുക. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. പ്രോബ്ലംസ് ഒന്നും കാണാറില്ല. പ്രോബ്ലമായിട്ട് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു, നമ്മുടെ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏരിയ പഠിച്ചാൽ ആദ്യം തന്നെ സേഫ് ആവുക. അതിനാദ്യം ബേസിക്സ് ഫസ്റ്റ്, തിയറി കാര്യങ്ങളൊക്കെ പഠിച്ച് അവസാനിപ്പിക്കുക. പിന്നെ സെക്കൻഡ് വരുന്ന മെറ്റീരിയൽ പഠിക്കുക. മെറ്റീരിയലിൽ നിന്ന് നമുക്ക് പ്രോബ്ലം, ഡിഫറെൻറ്റ് ലെവൽസ്, EOQ, FIFO, LIFO, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്, അതിൻ്റെ തിയറിയും പ്രോബ്ലംസ് നോക്കുക. ലേബറിൽ നിന്ന് 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം അതോ അല്ലെങ്കിൽ ഹാൽസെ പ്ലാനോ റോവാൻ പ്ലാനോ അങ്ങനെ. പിന്നെ തിയറി ഒറ്റ പ്രാവശ്യം ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങിനെ പറ്റിയിട്ടുള്ളത് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബിൻ കാർഡ്, അതിലുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ബിൻ കാർഡ്, അങ്ങനെ സ്റ്റോഴ്സ് ലെഡ്ജർ, അതൊക്കെ 2 മാർക്കിൻ്റെ ഒരു തിയറിയാണ്. പിന്നെ ഓവർ ഹെഡ് കുട്ടികൾ കുറച്ച് ടഫാണ്, അതുകൊണ്ട് അത് അവസാനം പിടിച്ചാൽ മതി. അതിൽ നമുക്ക് ഓവർ ഹെഡിൻ്റെ പ്രോബ്ലം SAക്ക് വന്നിട്ടുണ്ട്. പിന്നെ മെഷീൻ അവർ റേറ്റിൻ്റെ പ്രോബ്ലം 5 മാർക്കിന് വന്നിട്ടുണ്ട്. അതാണ് ആ ഒരു ഏരിയ. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് കോൺട്രാക്റ്റും പ്രോസസ്സുമാണ്. 2-ൽ നിന്നും SA മാറി മാറി വരും. 2 മാർക്സിൻ്റെ തിയറി ഉണ്ട്, കോൺട്രാക്റ്റിൽ നിന്ന് പ്രോസസ്സിൽ നിന്നും വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ സർവീസ് കോസ്റ്റിങ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ നമുക്ക് പ്രോബ്ലം പാസഞ്ചർ കിലോമീറ്ററിൻ്റെ ഒരെണ്ണം വരാറുണ്ട്. ലാസ്റ്റ് ഏരിയയിലോട്ട് വരുന്ന സമയത്ത് ബഡ്ജറ്റ് എന്താണ്, ബഡ്ജറ്റിംഗ് എന്താണ്, ബഡ്ജറ്ററി കൺട്രോൾ എന്താണ്, വാരിയൻസിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്സിൽ. ക്യാഷ് ബഡ്ജറ്റ് ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ഈ സബ്ജക്റ്റിൻ്റെ മൊത്തം കാര്യങ്ങൾ. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ബേസിക്സും മെറ്റീരിയലും ലേബറും പഠിച്ചാൽ തന്നെ നിങ്ങൾ എന്താണ് പാസ് മാർക്കിൻ്റെ അടുത്തെത്തി, അല്ലെങ്കിൽ പാസ് മാർക്കിനായിട്ടും കൂടുതൽ കിട്ടി. ചിലപ്പോൾ അത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ബട്ട് SA 100% ഷുവറായിട്ട് കിട്ടാൻ കോൺട്രാക്റ്റും പ്രോസസ്സുമാണ്. ഫസ്റ്റ് 2 ചാപ്റ്ററിൽ നിന്ന് എന്തായാലും അവർ തിയറി ഇടും. ഞാൻ ഈ പറഞ്ഞ 3 ടോപ്പിക്കിൽ നിന്ന് തിയറി ഇടും.
ബട്ട് നമുക്ക് സേഫ് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം മാറ്റി പിടിച്ചിട്ട് ഈ പറയുന്ന ഓവർ ഹെഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറയാനുള്ള. ഇനി നമ്മൾ ഇതിനെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും. ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.